ഹലോ കുട്ടികളെ, ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ ഒന്നും അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ആകെ തിരക്ക് പിടിച്ച സമയം. ബസ്സിൽ നിന്ന് ഇറങ്ങാറാവുമ്പോഴേക്കും എനിക്ക് തല കറങ്ങാനും പിന്നെ ഛർദ്ദിക്കാനൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഭാഗ്യത്തിന് നല്ലൊരു കണ്ടക്ടർ ചേട്ടനായതുകൊണ്ട് നീരവനെ വേഗം താഴെ ഇറക്കി തന്നു. പിന്നെ എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിരുന്നുള്ളൂ. പിന്നെ അച്ഛൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീരവനെ കൈയോടെ എടുത്തിട്ട് അച്ഛനും പിന്നെ നടന്നു. പിന്നെ വീട്ടിലെത്തി വേഗം ഡ്രസ്സൊക്കെ മാറി അമ്മയുടെ കൈകൊണ്ട് ഉണ്ടാക്കി നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോൾ പകുതി സമാധാനമായിട്ടോ. പിന്നെ ഞങ്ങളിതാ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ട് ഇറങ്ങി. പിന്നെ ഇതാ കുറച്ച് നേരം അവനിക്ക് വീശി തന്നു, കരണ്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴായിട്ട് ചേട്ടൻ്റെ സോഫയമെന്ന് അതുകൊണ്ട് മേത്തൊരു തേരട്ട കുട്ടി കയറി. അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കായിരുന്നു കേട്ടോ. എനിക്ക് തേരട്ടാനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അലറാ പതിവ്. ചേട്ടൻ അങ്ങനെ ഒരു ബഹളം ഉണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞതാ ഞാൻ ചേട്ടൻ്റെ കൂടെ ഒന്ന് ഹൈറ്റ്, കുറേ നാളായി ഹൈറ്റൊക്കെ നോക്കിയിട്ട് വലിയ മാറ്റമൊന്നും ഇല്ല, എങ്കിലും ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ രണ്ടിറങ്ങിയിട്ടോ. നീതുവിൻ്റെ വീട്ടിലേക്കാണ്. ഞാൻ ഒരു ടോപ്പ് തയ്ച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടിപ്പിക്കാണ്ട് എനിക്കൊരു സമാധാനം ഇല്ല. വേഗം തന്നെ ഞാൻ വേഗം പട്ടിക്കുട്ടികൾ എന്തായി നാട്ടം നോക്കിയത് ഇവിടെ നിന്ന് നോക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. ഇറങ്ങുന്ന സമയത്ത് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് പോയിട്ട്, പക്ഷെ കാണാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ കയ്യോടെ ഞങ്ങളുടെ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പാച്ചിങ്കടല്ലേ ഗിഫ്റ്റ് തന്നെ. ഇപ്രാവശ്യം നീത് പൈസ കൊടുത്ത് മേടിച്ച സാധനം ഞാൻ അങ്ങോട്ട് കൊടുത്തു, തിരിച്ചു കൊടുത്തു. അങ്ങനെ ഇവര് ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കുക. ഞങ്ങൾ കൊണ്ടുവന്ന സാധനം ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ നീതുവിന് കറക്റ്റ് ഒന്നും ആയിരുന്നില്ല. കാരണം ഞാൻ നീതുവിന് ആദ്യമായിട്ടാണല്ലോ തയ്ക്കണം. അങ്ങനെ പെർഫെക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, സൈസ് കറക്റ്റ് ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഓൾട്ടർ ചെയ്തൊന്ന് സൈസൊക്കെ സെറ്റ് ആക്കാണ്ടായിരുന്നു. അപ്പം നീതുവിൻ്റെ ഈ കുഞ്ഞൊരു മിഷൻ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പണി പഠിക്കാൻ പോയപ്പോൾ നീതു ആദ്യം ഇതാണ് കേട്ടോ മേടിച്ചത്, ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. അപ്പോൾ ഞാൻ ഇത് മേടിക്കാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നീതു പറയുന്നുണ്ട് ഇത്തിരി കൂടിയ പണിയാണ്, കാരണം നൂലിടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എവിടെ വേണമെങ്കിലും ട്രാവലിനൊക്കെ കൂടെ കൊണ്ട് നടക്കാൻ എളുപ്പമാണ്, പക്ഷേ നമുക്ക് തയ്ക്കാൻ ഇത്തിരി എനിക്കിഷ്ടമായി. നല്ല ക്യൂട്ടാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് നമ്മുടെ സൗകര്യത്തിന് തയ്ക്കില്ല. സാധാരണ വലിയ മെഷീൻ ഉപയോഗിക്കണ അത്ര ഒരു എളുപ്പമില്ല. അങ്ങനെ ടൈപ്പൊക്കെ എടുത്ത് അളവൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെച്ചതാട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ രണ്ടാളും കൂടെ അത് പിടിയും വലിയും കാര്യങ്ങളൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കളിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അടിമിടിയായിട്ട് അതാ നല്ല രസമായില്ലേ. പാച്ചൂര് നീരവരെ തല്ലണം, നീരവ് പരാതി പറയണു, നീരവ് അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, ഇവ അങ്ങോട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും കൊടുത്തു. അവരങ്ങനെ പോയി. ഞങ്ങൾ കുറച്ച് നേരം ഡ്രസ്സൊക്കെ ശരിയാക്കി. അങ്ങനെ ഞങ്ങളുടെ ടൈമും പോയി. പെട്ടെന്നായിരുന്നു കേട്ടോ ടൈമൊക്കെ പോയത്. സത്യമാണ് ഞങ്ങൾക്ക് അധികം സംസാരിക്കാനും കൂടി പറ്റിയില്ല. എങ്കിലും നീതുവിന് ഫ്രോക്ക് നൈറ്റ് ഞാനായിട്ട് തയ്ച്ചു കൊടുത്തിടാൻ പറ്റിയില്ല. അവൾ ആദ്യമായിട്ടാട്ടോ ഇത് ഇടുന്നത്. ഞാൻ തന്നെ തയ്ച്ചു കൊടുക്കണം എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നീതുമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ വേഗം തയ്ച്ച് കൈയോടെ കൊണ്ട് കൊടുക്കുക ചെയ്തത്. പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഇടാൻ പറ്റണ ഒരു രൂപത്തിലായല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയാണ്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ.